ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ മോണിറ്റൈസേഷൻ കിട്ടിയോ എന്നുള്ളത്. പല വീഡിയോസിലായിട്ടും ഞാൻ ആ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനുവരി 7 കഴിഞ്ഞല്ലോ, ഇപ്പോൾ ജനുവരി 20 19 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായി എന്ന് വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ട് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട് യൂട്യൂബ് വരുമാനം കൊണ്ട് കിട്ടിയതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കമൻറ്റ് വന്നപ്പം അതിന് ഞാനിതേപോലെ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോണിറ്റൈസേഷൻ്റെ കാര്യം ഇന്നേ വരെ ഒന്നും ആയിട്ടില്ല, ഈ ഒരു ദിവസം വരെ. പക്ഷേ അടുത്ത നിമിഷം ആകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാച്ച് അവർ കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട്. ഒരു ദിവസമോ 2 ദിവസമോ മതിയാവും. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീഅപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുമായിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മോണിറ്റൈസേഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരോടും ഞാനത് കിട്ടിയാൽ പറയൂ കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും ഇതുപോലെയുള്ള അബദ്ധത്തിലൊന്നും ചാടിപ്പോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടം വരെ എത്തിക്കാനായിട്ട്. കാരണം അത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും പിടിച്ച് നിന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴോ ഇത് നിർത്തി പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടാവുകയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു വ്ളോഗോ വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് ബോറടിച്ച് പോകും, അല്ലേ? അതെല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ മുന്നിലുള്ളത് കൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹമാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ 2 വർഷം 2.5 വർഷം വരെ ഞാൻ കഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ എൻ്റെ നിന്ന് ഇല്ലാതായിപ്പോയി, അല്ലേ? അതും ചെയ്യാത്ത ഒരു പ്രവൃത്തി കൊണ്ട്. ഇപ്പം പേരെന്താ, ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. എങ്കിലും അതുപോലെയുള്ള വീഡിയോസൊക്കെ ഒരുപാട് ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അപ്പീൽ ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി എനിക്കത് ആ സമയത്ത് തന്നെ മോണിറ്റൈസേഷൻ പോകാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അതുപോലെയുള്ള വീഡിയോസുകളായിരിക്കും ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അതുപോലെയുള്ള വീഡിയോസുകളായിരിക്കും വീണ്ടും ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് പിന്നെ കുറേ കാലങ്ങൾ കഴിയുമ്പം വീണ്ടും ഇതൊരു പ്രശ്നമായിട്ട് വരുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ അതേക്കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടിയത് കൊണ്ട് എനിക്കതിൽ നിന്നും മാറ്റം വരുത്താനായിട്ട് പറ്റി. അതാണ് വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം എന്തായാലും യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ക്രിയേറ്റിവിറ്റി നിർബന്ധമാണ്. അപ്പോൾ അതിങ്ങനെ അപ്ഡേഷൻ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്നും അത് മാറ്റം വരുത്തും. അപ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും എത്ര വ്യൂസ് ഉണ്ടെങ്കിലും യൂട്യൂബിന് അതൊരു പ്രശ്നമല്ല. യൂട്യൂബ് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമുക്കതിന് മുന്നേ അറിഞ്ഞതുകൊണ്ട് നമുക്കത് നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു സമാധാനമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ 3 മാസമാണ് എനിക്ക് പിന്നെ മോണിറ്റൈസേഷൻ പോയിട്ട് ഇത് റീഅപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ വന്നിട്ടുള്ളത്. ആ 3 മാസം ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. ഞാൻ എൻ്റെ ചാനലിലേക്ക് വീഡിയോസ് ഇട്ടിട്ടും അതുപോലെ തന്നെ അതിലൊരുപാട് ഷോർട്സ് ഇട്ടിട്ടും പിന്നെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടും ഒക്കെ ഞാൻ എൻ്റെ ചാനലിനെ ഉണർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. സോ എനിക്ക് അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ ഇതുവരെ എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞ സമയത്താണ് എൻ്റെ ചാനലിലുള്ള എന്നുള്ള ഭാഗത്ത് നമുക്ക് പിന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ 2000 സംതിങ് എനിക്ക് വാച്ച് അവർ അതിൽ നിന്ന് കിട്ടിയതും ഈ 3 മാസത്തെ വീഡിയോസാണ്. കാരണം കംപ്ലീറ്റ്ലി ഞാൻ ഒഴിവാക്കിയല്ലോ, അല്ലാതെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതാണ്. അപ്പോൾ അത് ഏകദേശം ഇപ്പം വാച്ച് അവർ കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട്. പെട്ടെന്ന് വാച്ച് അവർ കയറിയിട്ടുണ്ട് കേട്ടോ, മാഷാ അല്ലാഹ്. കാരണം നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സബ്സ്ക്രൈബേഴ്സിന് ആവശ്യമുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് വന്ന സബ്സ്ക്രൈബേഴ്സാണ്, വേറെ പുറമേ നിന്ന് ഒരാളും ബന്ധിച്ച് ചെയ്ത സബ്സ്ക്രൈബേഴ്സും അല്ല. അപ്പം അങ്ങനെയുള്ളവരൊക്കെ മേ ബി പോയിട്ടുണ്ടാവും. കാരണം നമ്മൾ ആദ്യം ചെയ്തിരുന്നത് വ്ളോഗ് ചാനലാണല്ലോ. അപ്പോൾ ആ വ്ളോഗ് ചാനലിൽ ഇഷ്ടപ്പെട്ട് വന്നവർ ഇത് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പോയിട്ടുണ്ടാകും. ഇത് മുഴുവനും നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് ഇഷ്ടപ്പെട്ട് വന്ന ആളുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ചാനലല്ല കേട്ടോ, ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഈ ചാനലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഓൾറെഡി ചാനലുണ്ട്. അപ്പോൾ നമ്മൾ ആ ഇഷ്ടപ്പെട്ട് വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിൽ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ലൈവിലും അതുപോലെ ഷോർട്സിലും അതുപോലെ വീഡിയോസിലൊക്കെ ആയിട്ട്
ആളുകൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ചാനൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ വാച്ച് അവറും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും റീ അപ്ലൈനെ കുറിച്ചിട്ടുള്ള വല്ല വിവരം അറിയുമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ന്യൂസിൽ വന്നത് ഫുള്ളും ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഷോർട്സ് വരെ ഞാൻ ഡിലീറ്റ് ആക്കി. അപ്പോൾ എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റും പോയി എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ചെയ്ത വീഡിയോസിനുള്ള വാച്ച് അവറാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീ അപ്ലൈ എന്നൊരു ഓപ്ഷൻ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് റീ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ചെയ്ത എന്തെങ്കിലും ക്രൈറ്റീരിയാസുകൾ ചെയ്യാനുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതേക്കുറിച്ചിട്ടൊക്കെ ആർക്കെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ വേറെ എന്തെങ്കിലും ചെയ്യുമോ, അത് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് വാച്ച് അവറും കംപ്ലീറ്റഡ് ആണെങ്കിൽ ഒരൊറ്റ ബട്ടൺ അമർത്തിയിട്ട് അത് ചെയ്യാമെന്നാണ് ഞാൻ കേട്ടത്. ഇനി എന്താണ് അതിലുള്ള കാര്യങ്ങളൊക്കെ എന്നുള്ളത് ഈ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് വേണം അന്വേഷിക്കാനായിട്ട്. അപ്പോൾ അതിന് മുമ്പ് ആർക്കെങ്കിലും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതേക്കുറിച്ച് അറിയാമെങ്കിലും പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ക്രിയേറ്ററും ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ ഒരു അനുഭവം ഇല്ലാതിരിക്കട്ടെ. കാരണം എല്ലാവരും ഇതുപോലെ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി ഇങ്ങനെ ഞാനൊന്ന് കൊണ്ടുപോയിട്ട് പിന്നെ അതിലേക്ക് വാച്ച് അവർക്ക് കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ട് വന്നവരും എൻ്റെ ടോപ്പിക്ക് എനിക്കിഷ്ടമുള്ളത് കൊണ്ടുമാണ് ഇത് ഇത്രത്തോളം ഇവിടം വരെ എത്തിച്ചത്. ഞാൻ അല്ല വേറൊരു ടോപ്പിക്കാണെന്നുണ്ടെങ്കിൽ എനിക്കിത് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെ ചാനലിന് ഒരു കോട്ടവും വരുത്താതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിത് ജെന്യൂനായി ചെയ്യുക. അപ്പോൾ ഞാനതല്ല ചെയ്തത് എന്നല്ല പറഞ്ഞാൽ എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് പ്രോബ്ലം വന്നിട്ടുള്ളത്. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത വീഡിയോസൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ പിന്നെ എൻ്റേത് എന്ന് പറഞ്ഞാൽ ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ്സിനൊരു ജെന്യൂനിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്കും ഫീൽ ചെയ്യാനിട്ടല്ല. പക്ഷേ ഞാൻ പിന്നെ നമുക്ക് ഫേസ് കാണിക്കാനുള്ള ആ ഒരു ഒരു ധൈര്യം വന്നിട്ടില്ലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. അപ്പം അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഏതായാലും ഈ അടുത്ത് ഒക്കെ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിയായാൽ ഉടനെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. എനിക്ക് ഫസ്റ്റ് 1K അടിച്ച സമയത്തോ അല്ലെങ്കിൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയ സമയത്തോ ഒന്നും ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കുകയൊക്കെ ചെയ്യുമല്ലോ, ആ ഒരു സംഭവം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ടോപ്പിക് അതല്ല. നമ്മൾ ബ്ലോഗിലൊക്കെ ആണല്ലോ ഇങ്ങനെ ചെയ്യാറ്. മറ്റുള്ള ഇപ്പം എഡ്യൂക്കേറ്റഡ് ക്ലാസ് പരമായ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാന്നുള്ളത് അതൊന്നും ആരും കാണാനുള്ള ആ ഒരു മൂഡുണ്ടാവില്ല. അത് അവരുടെ ടോപ്പിക്ക് വേറെയാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിലാണ് ഏണിങ്സ് കിട്ടിയ കാര്യങ്ങളും യൂട്യൂബ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയെന്ന് അറിയുന്ന ആ ഒരു നിമിഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അത് ചെറിയൊരു സന്തോഷത്തോടു കൂടി തന്നെ ആയിരിക്കും. അപ്പോൾ അതെല്ലാവരും കാണാനായിട്ട് കാത്തിരിക്കുക കേട്ടോ. ഒരുപാട് പേർക്ക് ഞാൻ അന്ന് പറഞ്ഞ ഓർമ്മ വെച്ചിട്ട് ഇപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മോണിറ്റൈസേഷൻ എന്തായി എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരോടും ഞാൻ പറയും, അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ചാനലും കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ സംസാരിക്കുക എന്നല്ലാതെ ഇതിലിപ്പോൾ വേറെ കണ്ടൻ്റായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്തെങ്കിലും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോഴും അതുപോലെ എൻ്റെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ. അപ്പോൾ കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ സന്തോഷങ്ങളൊക്കെ ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.